കോഴിക്കോട് മുക്കത്ത് പീഡനശ്രമത്തിനിടെ യുവതി കെട്ടിടത്തിൽ നിന്ന് ചാടിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്ത്. സംഭവ സമയത്തെ തെളിവുകൾ കുടുംബം പുറത്തുവിട്ടിരിക്കുകയാണ്. പുറത്തുവിട്ടത് യുവതിയെ ഹോട്ടൽ ഉടമയും ജീവനക്കാരും ഉപദ്രവിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ഞാൻ അങ്കിളാണ്, പേടിക്കണ്ട. അങ്കിൾ നിന്നെ സംസാരിക്കാന്ന്. ഒച്ചുണ്ടാക്കി നിന്നെ മാനം പോവും. ഒച്ചുണ്ടാക്കി നിന്നെ മാനം പോവും. റിയാസ് KMR ചേരുന്നു. റിയാസ്, ഈ ഒരു തെളിവ് പുറത്തു വന്നതിന് ശേഷം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി എങ്ങനെയാണ്? കാളിദാസ്, അങ്ങേയറ്റം ഞെട്ടിക്കുന്ന, വേദനിപ്പിക്കുന്ന, രോഷമുളവാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. പോലീസ് ഇപ്പോഴും പറയുന്നത് പ്രതികൾ ഹോട്ടലുടമ ദേവദാസും കൂട്ടാളികളായ റിയാസും സുരേഷും അടക്കമുള്ള 3 പ്രതികൾ ഇവർ ഒളിവിൽ തന്നെ കഴിയുകയാണ് എന്നുള്ളതാണ്. അതായത് സ്ത്രീയെ ഉപദ്രവിക്കൽ, അതിക്രമിച്ചു കടക്കൽ തുടങ്ങിയ നിസ്സാരമായ വകുപ്പുകൾ മാത്രമാണ് മുക്കം പോലീസ് ഈ ഒരു സംഭവത്തിൽ നേരത്തെ യുവതിയുടെ പരാതിയിൽ ചുമത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. പിന്നീട് പ്രതികൾ രക്ഷപ്പെടുമെന്നൊരു തോന്നലിൽ നിന്നാണ് കുടുംബം ഇപ്പോൾ ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് എത്തിയത്. ആ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് ഈ ഒരു യുവതി നേരിടേണ്ടി വന്ന ക്രൂരമായ പീഡന ശ്രമം എത്രമാത്രം വലുതായിരുന്നു എന്നുള്ളതാണ്. ഒരു വീഡിയോ ഗെയിമിംഗ് കളിക്കുന്ന ഒരു പെൺകുട്ടിക്ക്, ഒരു യുവതിക്ക് മുൻപിലേക്ക്, ജീവനക്കാരിയായിട്ടുള്ള ഒരു യുവതിക്ക് മുൻപിലേക്ക് ഈ ഹോട്ടലുടമ, കോഴിക്കോട് മുക്കം മാമ്പറ്റയിലെ സങ്കേതം ഹോട്ടലുടമ ദേവദാസ് കടന്നു വരുന്നു. അതിനുശേഷം ഈ പെൺകുട്ടിയോട് പറയുന്ന ഒരു വാക്ക്, വൃത്തിഹീനമായൊരു വാക്ക് അതിനകത്തുണ്ട്. നീ ഒച്ച വെച്ചാൽ, നീ ശബ്ദിച്ചാൽ നിന്റെ മാനം പോകും എന്ന് പറയുന്ന അങ്ങേയറ്റം ഹീനമായ, നീചമായ വാക്കുകളാണ് ഇതിനകത്തുള്ളത്. മാത്രമല്ല ഈ പെൺകുട്ടി അയാളുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഓടിയത്. ഓടുന്നതിനിടെ താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു. വീണ് നട്ടെല്ലിന് പരിക്കേറ്റ് കഴിഞ്ഞ ദിവസം മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയാണ്. തുടർന്ന് യുവതിക്ക് നീതി കിട്ടില്ല എന്ന് ഒരു സംശയം തോന്നിയതിനെ തുടർന്ന് ആ കുടുംബം ഇന്ന് ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടേണ്ട ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ്. വൈകിട്ട് ഈ മുക്കം പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈകിട്ട് 4 മണിക്കാണ് മാർച്ച്. അതായത് പ്രതികളായ 3 പേരെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ്. പോലീസ് ഇപ്പോഴും വിശദീകരിക്കുന്നത് പ്രതികൾ ഒളിവിലാണ് എന്നുള്ളതാണ്. ഈ സംഭവം നടന്ന് ഈ പ്രതികളുടെ ഭാഗം കേൾക്കാൻ പോലീസിന് സമയമുണ്ടായിരുന്നു. പക്ഷേ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായില്ല എന്ന നാണംകെട്ട ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഉയർന്നു വരുന്നുണ്ട്. കാളിദാസ്, തീർച്ചയായും റിയാസ്, ഇപ്പോൾ ആ ഒരു അന്വേഷണം ഇനിയിപ്പോൾ കൂടുതൽ മുന്നോട്ട് നീങ്ങുന്നത് ഈ ഒരു തെളിവുകളുടെയും കൂടി അടിസ്ഥാനത്തിലാണ്. മറ്റെന്തെങ്കിലും, അല്ലെങ്കിൽ പ്രതികളിലേക്ക് എത്താൻ സാധിക്കുന്നത്, കൃത്യമായി പ്രതികളെ മനസ്സിലായി, ഇനിയും പ്രതികളെ കണ്ടുപിടിക്കുക, പ്രതികളെ കസ്റ്റഡിയിലാക്കുക എന്നുള്ളൊരു ദൗത്യം കൂടിയാണ് നിലവിൽ നിൽക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ, ഈ ഒരു നിലവിലെ സാഹചര്യത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു തടസ്സം കൊണ്ടാണോ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാതിരിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും പ്രതികരണങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നോ അധികൃതരുടെ ഭാഗത്തു നിന്നോ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? പോലീസ് പറയുന്നത് പ്രതികൾ 3 പേരും ഒളിവിൽ പോയിരിക്കുകയാണ് എന്നുള്ളതാണ്. നമ്മുടെ പോലീസ് സംവിധാനത്തെ കുറിച്ച് നമുക്കറിയാം. ഇതിനേക്കാൾ വലിയ ഒളിവിൽ പോയ പ്രതികളെയൊക്കെ കൃത്യമായ രീതിയിൽ പിടികൂടാനും അവരെ നിയമത്തിന് മുൻപിൽ എത്തിക്കാനും കെൽപ്പും കഴിവും എല്ലാം ഉണ്ടായിട്ടുള്ള പോലീസ് സംവിധാനമാണ്. പക്ഷേ ഈ ഒരു അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ, അങ്ങേയറ്റം ഹീനമായ ഈ ഒരു സംഭവത്തിൽ പ്രതികളെ ഇനിയും പിടികൂടാനായിട്ടില്ല എന്നുള്ളത് മുക്കം പോലീസിനെ സംബന്ധിച്ച് അങ്ങേയറ്റം അപമാനകരമായൊരു സംഗതി തന്നെയാണ്. പോലീസ് പറയുന്നത് അങ്ങനെ ആ ഒരു വാദം ഒരിക്കലും പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കാരണം കൃത്യമായി തന്നെ ഈ കേസിലുള്ള കുറ്റക്കാർ ആരായാലും, എത്ര വലിയവനായാലും, അവൻ നിയമത്തിന് മുൻപിൽ എത്തണം എന്നുള്ളത് അത് കൃത്യമായി തന്നെ ഉണ്ടാകണം. അതിനുള്ള നടപടിയാണ് ഇനി പോലീസിന്റെ ഭാഗത്തുനിന്നും വേണ്ടത്. അത് മുതലാളിയായി പോയി എന്നതിന്റെ പേരിൽ എന്ത് തോന്നിയാസവും കാണിക്കാമെന്നുള്ള ഒരു ലൈസൻസ് ആർക്കുമില്ല. അത് ഹൈക്കോടതി ഉൾപ്പെടെ പല കേസുകളിലും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടും ഇത്തരം പ്രതികൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു, ഒളിവിൽ പോകാൻ കഴിയുന്നു എന്നുള്ളത് നമ്മുടെ പോലീസ് സംവിധാനത്തിന്റെ വീഴ്ച തന്നെയായി കാണേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ മുക്കം പോലീസിന്റെ ഈ വീഴ്ചയിൽ വലിയ ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. ഇന്നിപ്പോൾ അവിടത്തേക്ക് വൈകിട്ട് സമരം നടക്കാൻ പോകുന്നു. അതിനു മുൻപ് തന്നെ പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിക്കട്ടെ. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും വേണ്ടത്. ആ ഒരു ആർജവം, ആ ഒരു നട്ടല് കേരള പോലീസിനുണ്ടാകട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. കാളിദാസ്.
തീർച്ചയായും റിയാസ്, എന്തായാലും അന്വേഷണം പുരോഗമിക്കട്ടെ. ആ ഒരു പ്രതികളിലേക്ക് പെട്ടെന്ന് തന്നെ അന്വേഷണ സംഘം എത്തിച്ചേരട്ടെ എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. നമ്മൾക്കും അതിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ആ ഒരു ദൃശ്യം കണ്ടതിൽ ഉള്ള ഒരു രോഷം നമ്മുടെ ഉള്ളിലുമുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ പ്രതികളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഒപ്പം തന്നെ റിയാസെ, മറ്റൊരു വാർത്തയുടെയും കൂടെ വിശദാംശങ്ങൾ ലഭിക്കാനുണ്ട്.